നമസ്കാരം സനോജി. നമസ്കാരം. പാറ്റകളുടെ സമരത്തിൻ്റെ ഇടയിൽ നിന്ന് സോനം വാങ്ചുക്ക് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണോ അതോ മുൻപോട്ട് വെച്ച വ്യവസ്ഥകളെല്ലാം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് കൊണ്ട് നിരാഹാരം നിർത്തിയതാണോ? എന്താണ് അവസ്ഥ? അല്ല, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മൊത്തം സോനം വാങ്ചുക്കിനെ സോനം വാങ്ചുക്ക് ജി എന്ന് പറഞ്ഞാണ് അഭിസംബോധന ചെയ്യുന്നത്. കാര്യം ഇന്നലെ വളരെ പെട്ടെന്നാണ് ഈ സമരം അവസാനിക്കുന്നത് അല്ലേ? അതെ. ഓർക്കാപ്പുറത്ത് പ്രധാനമന്ത്രി രാത്രി 12 മണിക്ക് ലൈവിൽ വരുന്നു. അതും ഇൻസ്റ്റാഗ്രാമിൽ. അതെ, ഇൻസ്റ്റാഗ്രാമിൽ. അത് വളരെ ശരിക്കും ആരോടാണ് പ്രധാനമന്ത്രിക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നത്? ആ വിഭാഗം കാണുന്ന മാധ്യമം, അവർ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്ന സമയം, അവർ കാണുന്ന മോഡ് ആ രീതിയിലാണ്, സെൽഫി മോഡിലാണ് അദ്ദേഹം വന്നത്. അതെ, ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി സെൽഫി മോഡിൽ ഇത്തരത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളോട് സംസാരിക്കുന്നത്. ഇത് രാജ്യത്തെ ജനങ്ങളോടല്ല, യുവജനതയോട് സംസാരിക്കുകയാണ്. ആർക്കൊക്കെ ഇതിൽ പ്രതിഷേധമുണ്ടോ അവരോട് സംസാരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്ന മാധ്യമത്തിലൂടെ, അവർ ഇഷ്ടപ്പെടുന്ന മോഡിൽ അദ്ദേഹം എത്തി എന്നുള്ളതാണ്. അതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എക്കാലത്തും വ്യത്യസ്തനാക്കുന്നത്. കാര്യം ഈ ഓരോ ജനവിഭാഗത്തിനും അവർ പ്രതീക്ഷിക്കുന്ന, ഇതിൽ ഒരുപക്ഷെ ഇപ്പോഴും ഈ അന്ധമായ മോദി വിരോധമുള്ളവർ ഇത് എത്രയൊക്കെ എന്തൊക്കെ ചെയ്താലും ഇനി അങ്ങോട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ആ ഒറ്റ ലൈവിലൂടെ അദ്ദേഹത്തെ മനസ്സിലാക്കിയ യുവജനതയും ഒരുപാട് ഉണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ 40 ലക്ഷം പേരാണത്. അതെ, 2 നിമിഷങ്ങൾക്കുള്ളിൽ. കാര്യം ഇത്രയൊക്കെ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും, ഇത്രയൊക്കെ യുവതാരങ്ങൾ ഇവിടെ ഉണ്ട്, ഇത്രയൊക്കെ ജെൻസി ആളുകൾ ഇവിടെ ഉണ്ടെങ്കിലും, ഇപ്പോഴും ട്വിറ്ററിലെയും ഇൻസ്റ്റാഗ്രാമിലെയും ഒക്കെ താരം നരേന്ദ്രമോദിയാണെന്ന് അദ്ദേഹം ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രിയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈവിലൂടെ. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ സോനം വാങ്ചുക്ക് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന സൂചനകൾ. അതായത് അദ്ദേഹത്തെ നിരാഹാരത്തിലൂടെ അദ്ദേഹത്തെ രക്തസാക്ഷിത്വത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു സമര നേതാക്കളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ശരിക്കും ഈ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത് വഴി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. അതെ, അല്ല തീർച്ചയായിട്ടും. കാരണം സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നുള്ള ഹർജി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ തന്നെയാണ് ഹൈക്കോടതി സമക്ഷം കൊണ്ടുചെന്നത്. അതിനുശേഷം ഇത്തരത്തിലൊരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെ അഭിജിത് ദീപ്ക്ക് മാധ്യമങ്ങളെല്ലാം വിളിച്ച് സോനം വാങ്ചുക്കിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് താങ്കൾക്ക് ആശുപത്രിയിൽ പോകണോ, നിരാഹാരം നിർത്തണോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു. ഒരു തടവുകാരനെ പോലെയായിരുന്നു അദ്ദേഹം കിടന്നിരുന്നതെന്ന് പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവിടെ അല്ല, ഇത് ഈ ഒരു സമരത്തിന്റെ ഒരു ടോട്ടൽ സ്വഭാവം ഒന്ന് നോക്കൂ മനോജി. അതായത് ഇത് തുടങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമരം, വിദ്യാർത്ഥികളുടെ സമരം. പക്ഷേ ഇപ്പോൾ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ഇന്ന് നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഈ സമരത്തിൻ്റെ രീതി ഏതൊക്കെ രീതിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സവിശേഷമാകുന്നത്. ഇപ്പൊ കേരളത്തിൽ വേടനെ പോലുള്ളവർ പറയുന്നു ഇത് കറുപ്പിന്റെ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ കറുപ്പിനെ അവഗണിക്കുന്ന രാഷ്ട്രീയമാണെന്ന് പറയുന്നു. അതിനിടയ്ക്ക് ഇവിടെ നിന്ന് ഒരുത്തൻ ലോകാവസാനം കാണാൻ വേണ്ടി പാറ്റകൾ അവതരിച്ചതാണ് ലോകാവസാനം എന്ന് പറഞ്ഞുകൊണ്ട് അത് കാണാൻ വേണ്ടി പെട്ടിയും കിടക്കെ എടുത്തോണ്ട് ഡൽഹിയിൽ എത്തി ഒരുത്തരുണ്ടായിരുന്നു അല്ലേ? അതെ, ഇപ്പൊ പുറത്തു വരുന്നത് പുള്ളി മീഡിയ വണ്ണിന്റെ എന്തോ ഒരു മാധ്യമ സ്ഥാപനമുണ്ട്, അവിടെ പഠിച്ചിറങ്ങിയ മഹാനാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിലും ആ മീഡിയ വണ്ണിന്റെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആണെന്ന് അടിവരായിട്ട് തെളിയിച്ചിരിക്കുകയാണ്. അതെ, മീഡിയ വണ്ണിന് അഭിമാനിക്കാം. എന്തായാലും അപ്പൊ ദാവൂദ് ഉടനെ ചെല്ലുമായിരിക്കും പാറ്റകളെ എന്തായാലും ഒന്ന് ഉത്തേജിപ്പിക്കുവാനായിട്ട്. അതെ. അപ്പോൾ ഈ സോനം വാങ്ചുക്കിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അദ്ദേഹത്തെക്കുറിച്ച് 2 അഭിപ്രായങ്ങൾ പലർക്കുമുണ്ട്. കാരണം അദ്ദേഹത്തിന് നല്ലൊരു ആക്ടിവിസ്റ്റാണ്, നല്ലൊരു ഇറക്കിയത് തന്നെ ഒരു ടോട്ടൽ ജനസമ്മതിക്ക് വേണ്ടിയാണ്. അല്ലേ? അങ്ങനെ ഒരു ഫിഗർ വന്നെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഈ അഭിജിത് ദീപ്ക്കെ ആർക്കറിയാം? അല്ലെങ്കിൽ എത്ര പേർക്കറിയാം? അല്ല, എത്ര ദിവസം അഭിജിത് ദീപ്ക്കെ അവിടെ പോയി കുത്തിയിരുന്നു, ആരെങ്കിലും തിരിഞ്ഞു നോക്കി? അതെ, അതുകൊണ്ടാണ് ഇവരൊരു ഫിഗർ. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ആപ്പിന്റെ പഴയ രൂപം. ആപ്പ് അണ്ണാ ഹസാരയെ വെച്ച് ഇത്തരത്തിലൊരു പ്രവർത്തനമാണ് പണ്ട് തുടങ്ങിയത്. അവസാനം ആ ആപ്പ് മൊത്തത്തിൽ മറ്റദ്ദേഹം ഹൈജാക്ക് ചെയ്യായിരുന്നു, അരവിന്ദ് കെജ്രിവാൾ. അത് എന്ന് പറഞ്ഞതുപോലെ ഇതിൽ മുന്നിൽ നിർത്താൻ ഒരു പോരാളി, ഒരു മുന്നണി പോരാളി, അല്ലെങ്കിൽ ഒരു രക്തസാക്ഷി അവർക്ക് ആവശ്യമാണ്, പരിചിതമായിട്ടുള്ള ഒരു മുഖം. അങ്ങനെയാണ് സോനം വാങ്ചുക്കിലേക്ക് അവർ എത്തുന്നതും അദ്ദേഹത്തെ വേഷം കെട്ടി ഇറക്കുന്നത്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ മനസ്സിലാക്കി, ചില സിനിമയിലൊക്കെ ഉള്ളതുപോലെ അദ്ദേഹത്തെ പെട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തെ രക്തസാക്ഷിത്വത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ട് ഇവർ സ്കോർ അടിക്കാനുള്ള ശ്രമത്തിലാണെന്നുള്ളത് അദ്ദേഹം റിയലൈസ് ചെയ്യുന്നു. കേന്ദ്ര സർക്കാരാണ് തൻ്റെ രക്ഷകരെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് മാറുന്നത്. ഇപ്പോൾ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഇതിൽ ദേശവിരുദ്ധർ കടന്നുകൂടിയിട്ടുണ്ട്, ഈ സമരത്തിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്, ഇത്
വിദ്യാർത്ഥികളുടെ ഉന്നമനവും അല്ലെങ്കിൽ അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു സമരമായിരുന്നില്ല. മറിച്ച് ഒരു കൂട്ടം ദേശവിരുദ്ധർ എവിടെയൊക്കെ ഇരുന്ന് കൺട്രോൾ ചെയ്ത് അവരുടെ കൺട്രോളിലൂടെ പോകുന്ന ഒരു സമരമായി ആഭാസതരമായി ഇത് മാറി എന്നുള്ള രീതിയിലൊക്കെ ഇത് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. എന്തായാലും ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഈ എന്താ പറയുക, ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയവർക്ക് ആർക്കും മിണ്ടാട്ടം ഇല്ല എന്നുള്ളതാണ് അല്ലേ? കാരണം പ്രത്യേകിച്ച് സോനം വാങ്ചുക്ക് എടുത്തു പറയുകയും ചെയ്തു ഒരു കാര്യം, അത് പല മാധ്യമങ്ങളും ഇപ്പോഴും മറച്ചു പിടിക്കുന്ന ഒരു കാര്യമാണ്. പ്രധാനമന്ത്രിയിൽ വിശ്വാസമുണ്ട് എന്നുള്ള കാര്യം സോനം വാങ്ചുക്ക് എടുത്തു പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ പോലുള്ള സംവിധാനങ്ങൾ നിയമപരമായിട്ട് തന്നെ ഇന്ന് അതിന്റെ ബില്ല് അവതരിപ്പിച്ച് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതിന് പിന്നിൽ വളരെയധികം ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് ചോദിച്ചാലും ഉണ്ട്. പക്ഷേ ഇത് ഇവർക്ക് വീണ് കിട്ടിയ ഒരു അവസരം കൂടിയായിരുന്നു. കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനങ്ങളെയും ഏത് രീതിയിൽ എതിർക്കപ്പെടാം അല്ലെങ്കിൽ ഏത് രീതിയിൽ വിമർശിക്കാമെന്ന് പല രീതിയിൽ ഇവർ ആലോചിച്ചു. പക്ഷെ ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇതുവരെയും അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. ഇല്ലേ? അഴിമതിയില്ല, മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. രാജ്യസുരക്ഷ, കേരളത്തിലുള്ള വിഭാഗീയത ഇല്ല. ആ കേരളത്തിലാണെങ്കിൽ അങ്ങനെയെങ്കിലും എടുത്തിട്ട് ഒഴിപ്പിലാക്കാമായിരുന്നു അല്ലേ? മറ്റേ രണ്ട് മുന്നണികൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് വിഭാഗീയതയുണ്ട്. ഇത് അതുമില്ല. അപ്പൊ പിന്നെ എന്താണ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ആണ് ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നം വരുന്നത്. ഇതിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ നീറ്റ് എക്സാമിലെ ക്രമക്കേട് ഇത് കണ്ടുപിടിക്കുന്ന ആരാണ്? അതെ, പരീക്ഷാ അതോറിറ്റി തന്നെയാണ്. പരീക്ഷാ അതോറിറ്റി കണ്ടുപിടിച്ച കാര്യമാണ്. അല്ലാതെ ഈ സോനം വാങ്ചുക്കോ അഭിജിത് ദീപ്കയോ അല്ലെങ്കിൽ അപ്പൂപ്പനോ ഒന്നും അല്ല ഇത് മീഡിയ വണ്ണോ ഒന്നും കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്നൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ അല്ലിത്. അതെ, നടപടി അവരെടുത്തു. 13 ദിവസങ്ങൾക്കുള്ളിൽ പരീക്ഷ റദ്ദ് ചെയ്ത് പുനഃപരീക്ഷ നടത്തി. ആ പുനഃപരീക്ഷയിൽ എഴുതിയ 22 ലക്ഷം വിദ്യാർത്ഥികളിൽ ഒരാൾ പോലും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഈ മനോരമയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടാൽ കണ്ടത്തിൽ മാപ്പിള ഇത് കണ്ടെത്തിയ രീതിക്കാണ് വരുന്നത്. അതെ, അത് പിന്നെ ഈ പറയുന്ന പോലെ 8 മോതിരങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള പുസ്തകത്തിൽ ബ്രിട്ടീഷുകാര് നികുതി കൊടുക്കാത്തതിന് പിടിച്ച് അകത്തിട്ടത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അകത്തിട്ടതാണ് എന്ന് എഴുതിയ പാരമ്പര്യമുള്ളൊരു മാധ്യമമാണത്. 8 മോതിരങ്ങളെന്നൊരു പുസ്തകമുണ്ട്. ചില കാര്യങ്ങൾ വരുമ്പോൾ ഈ ആഘോഷിക്കാൻ കാത്തിരിക്കുന്നവരുടെ ആഘോഷം അത് പൂരമായി മാറുന്നു എന്നുള്ള ഒരു കാഴ്ച കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടത്. മനോരമ ഈ ഒരു വിഷയം ആഘോഷിച്ചവരാരൊക്കെയാണ്? ഏഷ്യാനെറ്റ്, മനോരമ, മീഡിയ വൺ, അങ്ങനെ എണ്ണം പറഞ്ഞാൽ ഇവർ തമ്മിൽ മത്സരിക്കുകയാണ്. ഇതിൽ ആരാണെന്നുള്ളത് സത്യസന്ധമായി പറഞ്ഞാൽ സനോജ് ഇപ്പൊ പറഞ്ഞ 3 പേരുകളോട് താരതമ്യം ചെയ്യുമ്പോൾ കൈരളി പോലും ഇത്രയും ആഘോഷിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. കൈരളിയിൽ അത്രയും ആഘോഷിക്കാൻ വിവരമുള്ള ഇതിലൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോളജ് അറിയാന്നുള്ളവർ വേണ്ട. ഈ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ പരമാവധി ഒരു സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ കള്ളം പറയാനുള്ള ഒരു സാമാന്യ ബുദ്ധി അതിനകത്ത് വേണ്ട, അറിവെങ്കിലും വേണ്ട. അതില്ലാത്തവർ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കൈരളി നമ്മൾ വെറും വെറുതെ വിട്ടിരിക്കുന്നു. അതാണ് അതിന് പറയാനുള്ളത്. ഇപ്രാവശ്യം കൈരളിയും ദേശാഭിമാനിയൊക്കെ വെറും വിട്ടിരിക്കുന്നു. അവരൊന്നും ചെയ്യാനില്ല. പിന്നെ ദേശാഭിമാനിയെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നം കള്ളം വിജയം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ വെറും വെറുതെ വിടാം. അപ്പോൾ ഈ മാധ്യമങ്ങളുടെ ആഘോഷം അത് ഇപ്പോഴും ഇപ്പോൾ സംശയമുള്ളവർക്ക് ഇത് കണ്ടു കഴിഞ്ഞ് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞ് ഈ പറഞ്ഞ ചാനലുകളിൽ ഏതെങ്കിലും ഒന്ന് വെച്ചാൽ അതിൽ അവതാരകരാരായാലും അവരുടെ ഒരു ആവേശം കാണണം. അഭിഷേക് ദീപ്ക പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇതിൽ നിന്ന് പിന്മാറില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു പ്രതീക്ഷയാണ്, പിന്മാറുമോ എന്നുള്ളൊരു ഭയവും ഉണ്ട് ഇപ്പോൾ. അല്ല, കാര്യം എന്ന് വെച്ചാൽ ഈ ഒരാഴ്ചത്തെ ന്യൂസിന്റെ ഡിബേറ്റുകൾ പോലും നിശ്ചയിച്ച്, ഇതിന്റെ വിഷയം പോലും നിശ്ചയിച്ച്, ഗസ്റ്റുകളെ പോലും നിശ്ചയിച്ച്, സ്പോൺസർ ബ്രാൻഡിംഗ് പാർട്ണർ പോലും കണ്ടെത്തി വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് അവർക്ക് ഇനി ഷോ കൊണ്ടുപോകണം. ഷോ മസ്റ്റ് ഗോ ഓൺ. അതുകൊണ്ട് അവർക്ക് ഇത് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും രീതിയിൽ ഇത് ആഘോഷിച്ചേ പറ്റൂ. ഇതൊരു അടുത്തൊരു 10 ദിവസത്തേക്കുള്ള ആഘോഷം എന്ന് കരുതിയിരുന്നവർക്ക് ഇന്നലെ രാത്രി 12 മണിയോടെ പ്രധാനമന്ത്രി ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഏർപ്പെടുത്തി. എന്റെ ഒരു പേടി എന്താണെന്ന് അറിയാമോ സനോജ്? നാളെ ഈ ചർച്ചകൾ നടക്കുന്നു, ഒരു വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമവായത്തിലെത്തി അഭിജിത് ദീപ്ക ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലയൂരണമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നടക്കുകയാണ്. അവർ സമരം പിൻവലിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വിനു വി ജോണോ ഉണ്ണി ബാലകൃഷ്ണോ അവിടെ പോയി നിരാഹാരം തുടങ്ങുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു അരുണും കൂടി പോകും മിക്കവാറും. 3 പേരും കൂടി ഞങ്ങൾ നിരാഹാരം തുടങ്ങിക്കളയാമെന്നുള്ള രീതിയിൽ പോകുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഭയം. അല്ല, ഇതിനകത്ത് തന്നെ ഈ എന്താ പറയുക സ്റ്റോറീസിന്റെ ഒരു വെർസറ്റാലിറ്റി അതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ റിപ്പോർട്ടറിൽ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ കണ്ടത്. ഈ സ്വിഗ്ഗിയിൽ നിന്നും ഫുഡുകൾ അവിടെ എവിടെ വേണമെങ്കിലും എത്തുന്നു, എനിവെയർ എന്ന ഒരു അഡ്രസ്സിൽ അല്ലെ, ടു ഹൂം എനിവെയർ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെയാണ് അരുൺ ഭയങ്കരമായിട്ട് ഇത് അവതരിപ്പിക്കുന്നതാണ്. അതായത് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഫുഡ് കിട്ടുന്ന ഒരു രീതി. പക്ഷെ ഇന്നിപ്പോ എക്സിൽ കുറെ അക്കൗണ്ടുകളിൽ വന്നിട്ടുണ്ട് അവിടെ വന്ന ഫുഡുകൾ എന്തൊക്കെയാണെന്ന്. ജന്തർ മന്ദറിന്റെ പല ഭാഗങ്ങളിലും ബിയർ കുപ്പികളുടെ ഒരു കൂമ്പാരം തന്നെ നമുക്ക് കാണാൻ. തീർച്ചയായിട്ടും. പിന്നെ മാത്രമല്ല ഇതിന്റെ ഓർഡറുകൾ വരുന്നത് പലതും ഖത്തറിൽ നിന്നും ദുബായിൽ നിന്നുമൊക്കെയാണ് എന്ന ഡെലിവറി ബോയ്സ് തന്നെ പറയുന്നുണ്ട്. 2000 പാഴ്സലുകൾ, അതും വില കൂടിയ
വസ്തുക്കളുടെ എന്താണെന്ന് പറയുന്നില്ല വസ്തുക്കൾ 8 തവണ ഒരു ദിവസം ദുബായിൽ നിന്ന് മാത്രം ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന വീഡിയോകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് തിരുവനന്തപുരത്ത് വർഷങ്ങളായി നടന്നു വരുന്ന ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ച്. അതെ, പണ്ട് കാലങ്ങളിൽ തിരുവനന്തപുരത്ത് ഈ ഹോട്ടലുകളിൽ പൊതുവെ റെയ്ഡില്ലാത്തൊരു സമയം എന്ന് പറയുന്നത് ഈ ഫിലിം ഫെസ്റ്റിവലിന്റെ സമയത്ത് ഒരു ആണിനും പെണ്ണിനും സുഖമായി ഇവിടെ വന്ന് മുറിയെടുത്ത് വെള്ളമടിക്കണമെങ്കിൽ വെള്ളമടിക്കാം, കഞ്ചാവടിക്കണമെങ്കിൽ കഞ്ചാവടിക്കാം, അവർക്ക് ഒരുമിച്ച് താമസിക്കാം, ഉണ്ടുറങ്ങാം, എന്ത് വേണോ ചെയ്യാം. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം നൽകുന്ന സമയം കൂടിയാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇത് ഒരു ഉത്സവത്തെ അധിക്ഷേപിക്കുന്നതൊന്നുമല്ല കേട്ടോ, ഇതൊരു യാഥാർത്ഥ്യമാണ്. പല മാധ്യമങ്ങളും, ഞാൻ ഉൾപ്പെടെയുള്ള ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പല സിനിമാക്കാരും ഞങ്ങൾക്ക് ബൈറ്റ് തന്നിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള കൊള്ളരുതായ്മകൾ ഈ ഫിലിം ഫെസ്റ്റിവലിൽ നടക്കുന്നുണ്ടെന്ന് കാട്ടി. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മറ്റൊരു രൂപമാണ്. അപ്പൊ ഇത് ഗോവ ഫിലിം ഫെസ്റ്റിവലിലും ഇത് ബാധകമാണ് അല്ലേ? ഗോവയിലാണ് തുടക്കം. തീർച്ചയായിട്ടും. ഇപ്പൊ അതുകൊണ്ട് ആ ഫെസ്റ്റിവൽ പോലെ ഇപ്പം കോഴിക്കോട്ട് മറ്റൊരു സാധനം വന്നിട്ടുണ്ട്, ബിനാലെ, കൊച്ചിയിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ജന്തർ മന്ദർ ഒരു ആഘോഷമാക്കി മാറ്റാൻ കുറെ ആളുകൾക്ക് കിട്ടിയ ഒരു അവസരമാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ വില കൂടിയ പല സാധനങ്ങളും പല രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ കുടിച്ചു കൂത്താടി മതോന്മത്തരായി ഇപ്പോൾ അതാ ഒരു മറ്റേ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പിക്ചർ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ റിമാ കല്ലിങ്ങളൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നുണ്ട്. ആ പെൺകുട്ടി പോലീസ് വണ്ടിയെ തടുത്ത് നിർത്തുന്നത് മുംബൈയിൽ. അല്ല, ഇതെല്ലാം ഇതിന്റെ പ്രതീകമാണല്ലോ. പക്ഷെ ഇതൊക്കെ ഈ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന നരേഷൻസ് ആണെന്നുള്ളതാണ്. ഇതിന് എന്തോ ടിയാൻമെൻ സ്ക്വയറിലെ ആ ലോൺ മാൻ എന്നുള്ള ടാങ്കിന്റെ മുമ്പിൽ നിൽക്കുന്ന അത്രയും രീതിയിലാണ്. കാരണം ഉറപ്പുണ്ട് പോലീസ് വാഹനം 1 ഇഞ്ച് പോലും. ഇസ്ലാമോഫോബിയയുടെ ഒരു പ്രതീകം നമുക്ക് ഓർമ്മയുണ്ടല്ലോ മുമ്പ് ആ പെൺകുട്ടിയുടെ. അതെ, അതുപോലെ ഇത് മറ്റൊരു പ്രതീകം സൃഷ്ടിക്കലാണ്. അതെ, പ്രതീകം സൃഷ്ടിക്കലാണ്. ജയശ്രീ അതിന്റെ മറുവശം ഇവരാരും ആലോചിക്കുന്നില്ല. ഇപ്പോൾ സനോജി പറഞ്ഞതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി പറയുകയാണ്. ഈ ഹിന്ദുത്വവാദികളുടെ ഇടയിൽ കൂടി അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ടൊരു പെൺകുട്ടി പോകുന്നു. അവിടെ മറുവശം അവർ ചിന്തിക്കാത്തത് ഒരു പോറൽ പോലും ആ പെൺകുട്ടിയുടെ ദേഹത്ത് ഏറ്റിട്ടില്ല. മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു അക്ബർ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ ജയ് ശ്രീറാം വിളിച്ച് ഒരു ഹിന്ദു പെൺകുട്ടി കടന്നു പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വെറുതെ ഒരു സമരമായി അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ സമരമായി അവരുടെ അവകാശ സമരമായി മാത്രം ഇതിനെ കാണാനാകില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതിലുപരി ഇത് വളരെ ഫ്രെയിംഡ് ആണ്. വളരെയധികം ഇതിന് പിന്നിൽ ആരൊക്കെയോ ഒരു വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ഇതിന് പിന്നിൽ ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. അവരുടെ പഠിത്തത്തിനോ അല്ലെങ്കിൽ അവരുടെ ഭാവിക്കോ ദോഷമാകുന്ന യാതൊരു കാര്യവും ഉണ്ടാകില്ല എന്ന് പ്രധാനമന്ത്രി ആണായിട്ട് പറയുന്നുണ്ട്. മറ്റു മന്ത്രിമാരും അത് ഏറ്റു പറയുന്നുണ്ട്. അപ്പോഴും ഈ ദേശവിരുദ്ധത ഇവിടെ പ്രചരിപ്പിച്ചവർ അവരെ കൃത്യമായി ഫോക്കസിൽ കൊണ്ടുവരാൻ, അവരെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനവും കേന്ദ്ര സർക്കാർ ഒരുക്കുന്നുണ്ട്. ഏതാണ്ട് പിണറായി വിജയന്റെ വീട്ടിന് ഫ്രണ്ടിൽ ഇൻക്വലാബ് വിളിക്കാൻ പോയ സഹാക്കന്മാരുടെ, അതായത് അവസ്ഥയാകും ഈ ചില ചേട്ടന്മാരുടെ അവസ്ഥ, ജന്തർ മന്ദറിലേക്ക് പോയവരുടെ അവസ്ഥയൊന്നും സാരം 55 ദിവസങ്ങളായി ഇന്നേക്ക് ഇ ഡി ആക്രമിച്ചവര് ജാമ്യമില്ലാതെ അകത്ത് കിടക്കുന്നു. ഇന്നേക്ക് 55-ാം ദിവസം. എല്ലാവരും ഒന്ന് കരുതി വെച്ചോളൂ, സകല അവതാരകമാരും ബാക്കിയുള്ളവർ. അതുകൊണ്ട് ഇവിടെ ഈ മടത്ത് കെട്ടാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം ബ്രിട്ടാസും റഹിമും ഒക്കെ ജന്തർ മന്ദറിൽ പോയി മടത്ത് കെട്ടുന്നുണ്ട്. പാവം ഇവരായിട്ട് ആർക്കും അറിഞ്ഞുകൂടാ. ഇന്ന് പോലീസുകാരോടൊക്കെ എം പി 100 വട്ടം പറഞ്ഞാലാണ് മനസ്സിലാവുന്നത് പോലീസുകാർക്ക് എന്ത് MP. ഇന്നലെ മുതൽ മുണ്ടുമടക്കി കുത്തൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നലെ ഒരു പ്രത്യേക ദേശീയ സുരക്ഷാ നിയമത്തിന്റെ സമയപരിധി ഒന്ന് നീട്ടിക്കൊടുത്തു. 12 മാസങ്ങൾ വിചാരണയില്ലാതെ അകത്ത് കിടക്കാം. MP മാരാണെന്നുള്ള ചിലപ്പോൾ ഒരു പ്രിവിലേജ് കിട്ടിയില്ല എന്ന് വരും. അതിന്റെ കൂടെ ഒരു പുതിയ വാർത്ത, കൗതുകകരമായൊരു വാർത്ത വരുന്നുണ്ട്. നമ്മുടെ ഈ പ്രക്ഷോഭ ആന്തോളൻ ജീവികളുടെയൊക്കെ പൂർവ്വ പിതാമഹനായിട്ടുള്ള കനയ്യകുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചാടി ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുന്ന കനയ്യകുമാർ ഏതോ ഒരു സുഹൃത്തിൻ്റെ പേരിൽ കേരള ഹൗസിൽ ഒരു മുറി ബുക്ക് ചെയ്തിരുന്നു. അവിടെ എത്തിയപ്പോൾ സുഹൃത്തിന്റെ പേരിലാണ് മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കനയ്യകുമാറിനെ മുറി അനുവദിക്കാൻ വന്നതാണ്. പക്ഷെ കേരള ഹൗസിലെ ഉദ്യോഗസ്ഥർ അയാളെ പുറത്താക്കുക മാത്രമല്ല, അയാൾ അവിടെ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഡൽഹി പോലീസിനെ വിളിച്ച് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഡൽഹി പോലീസ് വന്ന് തൂക്കി വാരി എടുത്തുകൊണ്ട് പോയി. അപ്പോഴും അയാൾ പറയുന്നത് ഇത് കേരള സർക്കാരിന്റെ കുഴപ്പമല്ല, ഗവർണർ വരുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ റെസിഡന്റ് മാനേജർ എന്നെ അപമാനിച്ചതാണ് എന്നാണ് അയാൾ പറയുന്നത്. എന്ത് തോന്നുന്നു? അല്ല, ഇത് സ്വാഭാവികമാണല്ലോ. ഇനിയിപ്പോ കുറച്ചു കാലത്തേക്ക് സർക്കാർ ഒന്ന് വിജിലന്റ് ആവും. ദില്ലി ആസ്പദമാക്കി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദില്ലിയിൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന മറ്റ് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇത് സംബന്ധിച്ചൊക്കെ കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സദാ ജാഗരൂകരായിരിക്കും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, വിദ്യാർത്ഥികൾക്ക് ദോഷമായി ബാധിക്കുന്ന അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന ഒരു കാര്യം, ഇപ്പം നീറ്റിന്റെ പ്രശ്നം ഇതോടുകൂടി പരിഹരിക്കപ്പെടുന്ന കാര്യം ഉറപ്പാണ് അല്ലേ? അതെ, നമ്മുടെ 100% ഉറപ്പാണ്. ദേശീയ മാധ്യമങ്ങൾ പറയുന്ന പോലെ നീറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ എപ്പോഴേ തീർന്നു. അപ്പോൾ ഇനിയിപ്പോ മറ്റവരുടെ ആവശ്യം എന്താണ് എന്നുള്ളതാണ് ചോദ്യമാകുന്നത്. ഇവർക്ക് അതുകൊണ്ട് തൃപ്തിയാകുന്നില്ല. അപ്പൊ പിന്നെ എന്താണ് അവരുടെ ആവശ്യം?
അതാണ് ഇനി കേന്ദ്ര സർക്കാർ മാറ്റി കൊടുക്കേണ്ടത്. അവരുടെ ആവശ്യം കൃത്യമായി തന്നെ സർക്കാർ പരിഗണിക്കുമെന്നും ആ സൂക്കേട് മാറ്റി കൊടുക്കുമെന്നും ഏറെക്കുറെ വ്യക്തം. ഇനി ആകെ അറിയേണ്ടത് അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കേണ്ടത് മോദിയാണോ അമിത്ഷായാണോ എന്നുള്ളതേ ഉള്ളൂ. അതെ, ഇതൊരു ശ്രദ്ധേയമായ കാര്യം കൂടെ ഉണ്ട്. അമിത്ഷാ ഇതുവരെ ഈ ഒരു വിഷയത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മൗനം, ആ മൗനത്തിന് വലിയ അർത്ഥങ്ങളുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സൂക്കേട് പരിഹരിക്കാനായിട്ട് അദ്ദേഹം തന്നെ അങ്ങ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. 30 കമ്പനി CRPF-നെയാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത്. ബംഗാൾ, അതും പശ്ചിമ ബംഗാളിൽ നിന്ന്. അവർ നല്ല ഊർജ്ജത്തോടെ, അവിടെ പ്രവർത്തന പരിചയമായിട്ട് ഊർജ്ജത്തോടു കൂടിയാണ് വന്നിറങ്ങിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങൾക്ക് എന്തായാലും ഡൽഹി ഏറെക്കുറെ ശാന്തമായി. പക്ഷേ കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ധം മറ്റ് കലാപരിപാടികളുമായി അടുത്ത ദിവസങ്ങളിലും രംഗം കൊഴിപ്പിക്കാൻ വിനു വി ജോണും നമ്മുടെ അരുണും ഒക്കെ രംഗത്തുണ്ട്. മാധ്യമ ഫ്ലോറുകൾ അശാന്തമാണ് കേരളത്തിൽ എന്ന് പറയേണ്ടി വരുമല്ലേ? തീർച്ചയായും. അപ്പോൾ വളരെ നന്ദി സനോജി, വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.